Gratitude to you for having made me your representative, because it's really a great honor for me to be the representative of Wayanad Lok Sabha in Parliament. ഓരോ വട്ടം ഇവിടെ സന്ദർശിക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് നന്ദിയും അഭിമാനവുമാണ് നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിനകത്ത് നിങ്ങളെ പ്രതിനിധീകരിക്കാൻ സാധിച്ചതിന്. And in the last 1.5 years that I have been your MP, I have made an effort to try to meet as many of you as possible, to try to go to different communities, understand what everybody's problems are. And of course, this is an ongoing process. 1.5 വർഷം നിങ്ങളുടെ ജനപ്രതിനിധിയായി ഞാൻ പൂർത്തീകരിച്ചതിനു ശേഷം നിങ്ങൾ ഓരോരുത്തരെ കാണാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. And it will take time. അത് സമയമെടുക്കും. But in the meantime, while I visit everybody and I understand different issues and different problems that all of you face, overwhelmingly the bigger picture I see is that in the last 10 years of LDF government, your problems have increased. കഴിഞ്ഞ 10 വർഷം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 10 വർഷം കൊണ്ട് മനുഷ്യരുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വയനാടുകാരുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്, അല്ലാതെ കുറയുകയല്ല ചെയ്യുന്നത്. And as your MP, my biggest frustration really is that when I see problems and I come to you, and as your representative it is my job to try to resolve those problems, I find that I can do it up to a certain point. But beyond a certain point, if there is no cooperation from the state government, no cooperation from the central government, it becomes very, very difficult for us to do our job in the best way possible. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ, പരിഹാര മാർഗങ്ങൾ തേടുമ്പോൾ എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ഒരു പരിധി വരെ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. സഹകരണമില്ലാത്ത, ചേർത്ത് പിടിക്കലിന്റെ മനോഭാവമില്ലാത്ത ഒരു സംസ്ഥാന സർക്കാർ ഇവിടെ ഭരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ മാത്രമാണ് പരിഹാരം കണ്ടുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. One of the biggest examples of this is the Churalmala Mundakai tragedy. വലിയ ഒരു ഉദാഹരണമാണ് ചൂരൽമല മുണ്ടക്കയിലെ ദുരന്തം. I couldn't help noticing that all of us, UDF, LDF, all of us inaugurated the project only few months back, just before the election. ഇലക്ഷന് തൊട്ടു മുൻപ്, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് UDFും LDFും അവരുടെ പദ്ധതികൾ ഇനോഗ്രേറ്റ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. Now I know that on our part, on the Congress party's part, we were trying for the entire period to secure the land, to get the paperwork done for the land, and at every step it was difficult. Every step when we needed clearances from the state government, it was difficult to get those clearances. ഓരോ ചൂടുവെപ്പിലും ഭൂമി നേടുന്നതിനും ഭൂമിയിൽ മറ്റു കാര്യങ്ങൾ ദുരന്തബാധിതർക്ക് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടി ഓരോ ചൂടുവെപ്പിലും സ്റ്റേറ്റ് ഗവൺമെന്റ്, ഈ പറയുന്ന കേരള സർക്കാർ തടസ്സമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങ് തടിയായി നിന്നത് ഒരു അനുഭവമാണ്. And I am sure my colleagues in the IUML would have had the same problems. എൻ്റെ ഇന്ത്യൻ മുസ്ലിം ലീഗിലെ സഹപ്രവർത്തകർക്ക് ഇതേ അനുഭവം അവർ നേരിട്ടു. And finally, when the government was ready to inaugurate their township, our permissions came through, and then we were able to inaugurate ours as well. അവസാനം സർക്കാർ അവരുടെ ടൗൺഷിപ്പ് നൽകാൻ സമയമായപ്പോൾ, തയ്യാറായപ്പോൾ മാത്രമാണ് നമ്മുടെ കാര്യങ്ങൾക്ക്, നമ്മുടെ നടപടികൾക്ക് വേണ്ടിയുള്ള പെർമിഷനും സൗകര്യവും നൽകിയത്. So this is a classic case where there was so much tragedy and so much suffering, where all parties could have worked together, gone above our party lines and created something good earlier, but it was not possible to be done. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തുചേർന്നുകൊണ്ട് മനുഷ്യന്റെ ദുരന്തത്തിന് ആശ്വാസമായുള്ള പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കേരള സർക്കാർ അതിൽ രാഷ്ട്രീയം കലർത്തി കോൺഗ്രസ് പാർട്ടിക്കും പ്രതിപക്ഷ പാർട്ടിക്കും തടസ്സങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിന് ഈ ഒരു ഉദാഹരണം വളരെ ഉചിതമാണ്. When the tragedy took place, one of the things that I noticed that really touched my heart was how in that moment every single person, everybody
whatever religion, whatever caste, whichever political party, everybody at that time had come together to help out. പിടിക്കുന്ന കൊടിയുടെ നിറം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ മനുഷ്യർ ഒരേ മനസ്സോടെ ഒരേ ശബ്ദത്തോടുകൂടി മനുഷ്യ ജീവനുകളെ രക്ഷിക്കാൻ ആ ദിവസം ഒന്നു ചേർന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. But unfortunately, as time passed, political compulsions came in. ദൗർഭാഗ്യവശാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കക്ഷി രാഷ്ട്രീയപരമായി ഭരണകക്ഷി അതിൽ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിച്ചു. And that is where, for us as your political representatives, MLAs and MPs who are in opposition, it is extremely important that we have our own state government in place as well. ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ, ക്ഷേമ പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ നിങ്ങളുടെ MLA എന്ന രീതിയിൽ, നിങ്ങളുടെ MP എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണം അല്ലെങ്കിൽ ഒരു അധികാരത്തിൽ സർക്കാർ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Because to resolve problems you need political will. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തി അനിവാര്യമാണ്. Now you have another huge problem here of man-animal conflict. ഇവിടെ മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷമാണ്. Anybody who comes here on a stage, regardless of which party he belongs to, if they tell you that they can resolve this problem immediately for you, that is not true. ആരെങ്കിലും, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് നേതാവായിക്കോട്ടെ, വന്യജീവി ആക്രമണത്തിൽ നിന്ന് മനുഷ്യ വന്യജീവി സംഘർഷണത്തിന് പെട്ടെന്ന് ഉടനടി ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ അത് ശരിയല്ല, അത് സത്യമല്ല എന്ന് ഞാൻ പറയും. Sorry, I am Rahul's sister, but I also, because of that, tell the truth. Sometimes the truth is difficult to listen to, but that is the truth. സത്യം എപ്പോഴും സുഖകരമല്ല കേൾക്കാൻ. ഞാൻ രാഹുലിന്റെ അനുജത്തിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സത്യം പറയും. So how will that problem ever be resolved? The only way to resolve this man-animal conflict problem is if everybody works together. Everybody is the community, means all of you, means the forest department, means the state government, means politicians like us from different parties who decide that we want a resolution rather than to continue to cry about what the problem is. ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കാണുക എന്നത് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമായിരിക്കുള്ളൂ. കൂട്ടായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സമൂഹം, ജനപ്രതിനിധികൾ, വനം വകുപ്പ്, സംസ്ഥാന സർക്കാർ, മറ്റു ഭരണ സംവിധാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. And when such immense problems, due to which people are getting killed every season, due to which the farmers are unable to even make a living because most of the time their crops are eaten up by the animals, when such deep problems need to be resolved, without the political will, nothing can be done. Then they become just political issues. Then they become issues where if we are in government, they will make a noise. If they are in government, we will make a noise. And that is not the way for us to resolve this issue. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ കൊല്ലപ്പെടുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു, കൃഷി ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെടുന്നു, ജീവിത മാർഗം ഇല്ലാതാകുന്നു. ഇത്രയും സങ്കീർണമായ ഒരു പ്രശ്നത്തിന് കൂട്ടായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും കൈകോർത്തു പിടിച്ചുള്ള പ്രവർത്തനത്തിന് മാത്രമേ പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം പരസ്പരം പഴിചാരുവാനും കുറ്റപ്പെടുത്താനും കക്ഷി രാഷ്ട്രീയർക്ക് ഒരു അവസരം മാത്രമായിരിക്കും അത്. We in the UDF have thought of a few solutions that will provide support until the long-term solutions for this problem can be found. ഞങ്ങൾ കുറച്ച് പ്രായോഗികമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു. അതിനായി കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്നു. We want to increase the compensation by 50%. 50% നഷ്ടപരിഹാരം ഉയർത്തണം നമുക്ക്. In places where the conflict is at its maximum, at its highest, we want to ensure that you get crop insurance. സംഘർഷം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ മാക്സിമം ഇൻഷുറൻസ്, പരമാവധി വിളകൾ, നഷ്ടം സംഭവിക്കുന്ന വിളകൾക്ക് ഇൻഷുറൻസ് ഉറപ്പുവരുത്തണം. And one of our priorities is to create a committee of experts which then reaches out to community, to the other experts, to the forest department, state authorities, and comes up with a viable long-term solution to this issue.
ആത്യന്തികമായ ഒരു പരിഹാരം കാണുന്ന ഇതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്ന വിദഗ്ധർ, അത് വനം വകുപ്പിനെയും സാമൂഹിക സംഘടനകളെയും മനുഷ്യരെയും ഒക്കെ ചേർത്ത് പിടിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഒരു പരിഹാരം കാണുന്ന കമ്മിറ്റി രൂപീകരിക്കണം. We need a lot more CSR funding also, modern technology to help us for early warning systems. Some of it I have tried to provide, but there is much more that we can do. കൂടുതൽ CSR ഫണ്ടുകളും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപകാരവും ഉപകരണങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. Being in government in the state will help us to expedite all this. Being in government in the state will help ഈ us. സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. One of the other biggest issues that you have here is the one of the medical college. I have spoken about it many times, and I know that it's a great difficulty for you, especially in emergencies. Even recently, the tiger attack victims and the elephant attack victim recently also passed away on the road on the way to Kozhikode. എത്രയോ തവണയാണ് ഒരു മെഡിക്കൽ കോളേജിന്റെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ തന്നെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കടുവ ആക്രമിച്ച കാട്ടയാനാൽ ആക്രമിക്കപ്പെട്ട മനുഷ്യരെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി ആ ദൂരം പിന്നിടുന്നതിന്റെ പ്രശ്നം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ മുൻപിലുണ്ട്. I have written several times to the central ministry for this, and as you may already know, 50 seats were approved and the work was begun here after my writing to them, and in that sense there has been some cooperation, and they have also promised that the critical care center will soon be opened. ഇവിടെ നിരവധി തവണ കേന്ദ്ര സർക്കാരുമായി ഈ പ്രശ്നം സംസാരിച്ചതിന്റെയും കത്തുകൊടുത്തതിന്റെയും ഒക്കെ ഭാഗമായി 50 MBBS സീറ്റുകൾ കൂടുതൽ ലഭിക്കുകയും അതുപോലെ തന്നെ അത്യാഹിത പരിചരണ വിഭാഗത്തിനുള്ള അനുമതിയും നമുക്ക് ലഭിക്കും. You have the Puritod Padinyalatara road also, which I visited, and I went and saw what the situation was. After that I wrote to the state government. I got no reply. I wrote again. So I am harassing them that we should do it, but if we have our government, I can tell you that we will make every effort to get it done at the soonest possible. പൂഴിത്തറ പടിഞ്ഞാറത്തറ റോഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എത്രയോ തവണയാണ് ഞാൻ സംസ്ഥാന സർക്കാരിനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചേനെ. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ മനഃപൂർവ്വം സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് പറയുകയും ചെയ്തു, ഞങ്ങളാണ് കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വിജയകരമാക്കാൻ നമുക്ക് സാധിക്കും. And recently also I met Gadkari ji, who is the central minister for road and transport, and I spoke to him about the Churam bypass. So hopefully that will also get expedited. കേന്ദ്ര ഗതാഗത മന്ത്രിയുമായി കാണുകയും ചുരം ബൈപ്പാസിന്റെ അത്യാവശ്യത്തെക്കുറിച്ച് വയനാട് ജനതയ്ക്ക് ചുരം ബൈപ്പാസ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് ധരിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതും പ്രാവർത്തികമാകും. Look, aside from your immediate problems over here, it's important for you to understand, on the whole, what is happening in Kerala today. നമ്മൾ നേരിടുന്ന വയനാടിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ കേരളത്തിൽ ആകത്തുക എന്തൊക്കെ സംഭവിക്കുന്നുവെന്ന് നമ്മൾ ഒരേപോലെ മനസ്സിലാക്കണം. And for that, first you have to understand what a jewel your state is. What a jewel your state is. അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനം കേരളം എന്ന നാട് ഒരു രത്നതുല്യമാണ് എന്നാണ്. You have everything. നമുക്ക് എല്ലാം ഉണ്ട്, എല്ലാ സാധ്യതകളും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. You have amazing opportunities for tourism. Many of you have opened homestays, and you yourselves know that if there was a proper support from government, how much more you could do, how much more could be done for promoting tourism here. ഈ നാടിന്റെ വിനോദസഞ്ചാര ടൂറിസം സാധ്യതകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. സംസ്ഥാന സർക്കാരിൽ നിന്ന് കൃത്യമായ ഒരു പിന്തുണയുണ്ടെങ്കിൽ എത്രമാത്രം മനോഹരമായി എത്രമാത്രം മെച്ചപ്പെട്ട രീതിയിലാണ് നമുക്ക് നമ്മുടെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. You have an agricultural sector in which you grow the most beautiful spices, fruit, paddy,
everything possible. And yet, most farmers I meet tell me that they cannot make their ends meet anymore. That the government simply does not give them enough support to be able to earn a good living from farming. നമുക്കറിയാം നമ്മുടെ കാർഷിക മേഖല എത്ര സമ്പന്നമാണെന്ന്. നെൽകൃഷിയായാലും സുഗന്ധവ്യഞ്ജനങ്ങളായാലും പച്ചക്കറി പഴവിഭവങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ട് സമ്പന്നമായ ഒരു കാർഷിക മേഖലയുള്ളതാണ് നമ്മുടെ നാട്. എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്ന കർഷകർ പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ, ഒരു കൈത്താങ്ങ് സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് അവരുടെ ജീവിത ചെലവുകൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന്. You have one of the best coffees in the world. It has international acclaim. And yet enough support is not given to coffee farmers. അന്താരാഷ്ട്ര നിലവാരമുള്ള കാപ്പി കൃഷിയും കോഫിയുടെ പ്രൊഡക്ഷനുമുള്ള നാടാണ് ഇത്. More than anything else, you have a population, a young population of educated, intelligent and hardworking people. എല്ലാത്തിലും അപ്പുറം വിദ്യാസമ്പന്നരായ മിടുക്കരായ ഒരു വലിയ യുവസമ്പത്ത് നമ്മുടെ നാടിനുണ്ട്. And in many ways this is the greatest asset of Kerala. Is its people. അങ്ങനെ പല ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളാണ്. And for us in the opposition, because we see your problems at such a deep level, it really is a tragedy that along with everything we see the resources the state has, we see the problems you have, and what we see is wasted opportunities one after the other. സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ജനപ്രതിനിധിയായി ഈ നാടിന്റെ സാധ്യതകളെ വിഭവ സമ്പത്തിനെ കാണുകയും മറുവശത്ത് അത് ഉപയോഗപ്രദമായി അത് മാന്യമായി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മനുഷ്യരെ മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. The state is in debt. Unemployment is at its highest possible. നമ്മുടെ സംസ്ഥാനം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്നു. അതോടൊപ്പം തൊഴിലില്ലായ്മ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കുന്നു. You face corruption at every step. ഓരോ ചുവടുവെപ്പിലും സർക്കാരിന്റെ ഓരോ മുന്നേറ്റത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അഴിമതിയുടെ കൂമ്പാരമാണ്. And it's very clear. Every child in Kerala has now understood this. That the CPM government, the LDF government has become a completely corrupt government which works more for corporate entities than it does for the people of Kerala. ഇവിടുത്തെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം CPIM നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്നും കുത്തക മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും. And a very strange thing is happening because all of us who raise our voices against the Prime Minister's policies, against the BJP, we have cases on us. We have ED cases, income tax cases. Rahul ji, who used to be your MP before me, has so many cases. He has to travel all around India, go to courts and appear in courts. But the strange thing is that after all this corruption, the Chief Minister of Kerala doesn't have even one single case against him put by the central government and the agencies. വിചിത്രമായ ഒരു കാര്യം നോക്കിയേ, ഇവിടെ പ്രധാനമന്ത്രിക്കെതിരെ BJPക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ മറുശബ്ദം ഉയർത്തുന്നവരെ എല്ലാം കേന്ദ്ര ഏജൻസികളായ ED പോലെയുള്ളത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്, അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അഴിമതിയിൽ കുളിച്ചു നിൽക്കുമ്പോൾ പോലും മുഖ്യമന്ത്രിക്കെതിരെ പിണറായി വിജയനെതിരെ ഒരൊറ്റ കേസ് പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിയെടുക്കുന്നില്ല. So it's very clear that they have a secret deal, that they both work together for their own political benefit. അപ്പോൾ കൃത്യമായി നമുക്കറിയാം അവര് തമ്മിൽ ഒരു രഹസ്യ ധാരണയുണ്ടെന്നും പരസ്പര രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവർ കൈ ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കുകയാണെന്നും. The LDF has been in power here for 10 years. ഇടതുപക്ഷം LDF സർക്കാർ ഇവിടെ 10 വർഷമായി അധികാരത്തിലുണ്ട്. If you look at the last 10 years of your life, can you say that your lives have become easier, better? You have got the support of government. All the people who are running these shops and businesses here, can they say that the policies of the LDF have helped them to earn better in these 10 years? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 10 വർഷം കൊണ്ട് LDF നേതൃത്വം കൊടുത്ത ഈ 10 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമായോ?
കൂടുതൽ സുഖപ്രദമായോ? പ്രത്യേകിച്ച് ഈ കച്ചവടക്കാരെ, വഴിയോര കച്ചവടക്കാരെ എല്ലാം ഞാൻ കാണുന്നു. ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ LDF സർക്കാരിന്റെ കൈത്താങ്ങ്, പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? The truth is that every single person I talk to, no matter who it is, whether it is the tribal communities, whether it is from any other community, each one says life has become much harder. Prices have gone up, jobs are more difficult to get. You may be educated, but you cannot find employment. If you want to start a business, there's no support from government. Taxes have gone up. ഓരോരുത്തരെ, അത് ഗോത്രവർഗക്കാരായിക്കോട്ടെ, മറ്റ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായിക്കോട്ടെ, ഓരോരുത്തരായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഓരോ 10 വർഷത്തിൽ, ഓരോ വർഷം മുന്നോട്ട് പോകും തോറും ജീവിതം കൂടുതൽ സങ്കീർണമാവുകയാണ്, കൂടുതൽ കലുഷിതമാവുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ തൊഴിലില്ല, കുതിച്ചു കയറുന്ന നികുതി പണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നതിനെ കുറിച്ചാണ് ഓരോ മുക്കിലും മൂലയിലും മനുഷ്യർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. And there is so much that needs to be done, which has not been done in the last 10 years. I think the time has come for all of you to reflect on these 10 years of your lives and to see whether this is what you want for another 5 years. പ്രിയപ്പെട്ടവരെ, സമയമാഗതമായിരിക്കുകയാണ്. ഈ 10 വർഷത്തെ ദുരന്തങ്ങൾക്ക് അവസാനം കുറിക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ്. Because if this carries on for another 5 years, your state is going to be in great difficulty. ഇതേ ദുർഭരണം, ഈ ദുർഭരണം 5 വർഷം കൂടിയും തുടർന്നാൽ എത്രമാത്രം പ്രശ്നത്തേക്കാണ് ഈ സംസ്ഥാനം പോവുകയെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. Problems are increasing. പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. They are not getting better. And in fact, with the war in the Middle East, things are going to become even more difficult in the near future. ഇനി വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ മധ്യപൂർവ്വ ഏഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെല്ലാം ഈ അവസ്ഥയെ, ഈ ദുരന്തങ്ങളെ കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. So you need a strong leadership at this time, a government with a vision, a government that has a plan to make you move forward, for your children to have a brighter future. And the UDF is prepared to do that. നമുക്കിപ്പോൾ ആവശ്യം കരുത്തുറ്റ ഒരു നേതൃനിരയാണ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, കാഴ്ചപ്പാടുള്ള, നമ്മുടെ അടുത്ത തലമുറയെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സർക്കാരിനെ, ഒരു ഭരണകൂടത്തെയാണ് നമുക്കിപ്പോൾ ആവശ്യം. And to begin with, to support you through these difficult times, we have taken out 5 guarantees which I want to tell you about. ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിഹാരങ്ങൾ കാണാൻ തുടക്കം എന്ന പോലെ നമ്മൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിലേറുകയാണെങ്കിൽ ഒരു തുടക്കം എന്ന പോലെ 5 ഗ്യാരണ്ടികളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. So the first is free bus travel across the state for all my sisters. ഒന്നാമത്, കേരളത്തിലെ വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉറപ്പുവരുത്തും. The second is 1,000 rupees per month for all college going girls. രണ്ടാമത്, കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് നൽകും. The third is 3,000 rupees per month welfare pension for all senior citizens and a ministry specially for senior citizens. മുതിർന്ന പൗരന്മാർക്ക് ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി ഉയർത്തുമെന്നതും അവരുടെ സുരക്ഷിതത്വം, ആശങ്കകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപം കൊടുക്കുകയും ചെയ്യും. The fourth is a push for young people to create employment. So if young men and women want to open their own small businesses, we will give them a loan, an interest-free loan of 5 lakh rupees so that they can make a start. സംരംഭകരാവാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഒരു ചെറിയ കൈത്താങ് എന്ന പോലെ തുടക്കത്തിനു വേണ്ടി, തുടക്കം കരുതലോടുകൂടി ആകുന്നതിന് വേണ്ടി 5 ലക്ഷം വായ്പയില്ലാതെ സ്റ്റാർട്ടപ്പ് ലോണുകൾ നൽകും. And the fifth is that we will give 25 lakhs of health insurance to each household. That means whatever illness you have, whether there is a member of the family who has cancer or heart disease, or even if it's a serious surgery required, up to 25 lakhs will be paid by the government. You will not have to pay a single rupee up to 25 lakhs.
ആരോഗ്യ മേഖലയിൽ നമ്മൾ നേരിടുന്ന പ്രശ്നം അത് ശസ്ത്രക്രിയയായിക്കോട്ടെ മറ്റ് ചികിത്സാ കാര്യങ്ങളായിക്കോട്ടെ ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ UDF ഗവൺമെന്റ് ഉറപ്പു നൽകും. So these are just some of the things that we want to do for you. We have a vision, a plan to create a vibrant economy, to attract more tourists here, to be able to build on the businesses that you have already started and to have you start new businesses. ഇതെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമാണ്, ഒരു തുടക്കത്തിന് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ സംരംഭകരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി, പുതിയ തലമുറയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അനേകായിരം വികസന പദ്ധതികൾ UDF ഗവൺമെന്റ് മുന്നോട്ട് വെക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. We want to open a world-class tribal university here in Wayanad. We have put it in our manifesto to celebrate tribal culture, to keep your traditions and your culture alive, your languages alive, and to provide the best opportunities for those children who don't get the educational opportunities that they should. ഗോത്രവർഗത്തിന്റെ സംസ്കാരത്തെ, ഭാഷയെ, പാരമ്പര്യത്തെ ആഘോഷമാക്കുന്നതിന് വേണ്ടി വയനാടിന്റെ മണ്ണിൽ ലോകോത്തര നിലവാരമുള്ള ട്രൈബൽ യൂണിവേഴ്സിറ്റി നമ്മൾ ആരംഭിക്കും. So we want to do a lot. Strengthen our hands. Support. Where is T. Siddiqui ji? Support T. Siddiqui ji. You know that he is hardworking. You know that you can reach him whenever is required. My only complaint of him is that he works too much. ഇവിടെ ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി ഒരു സർക്കാരിനെ നമുക്ക് ഉണ്ടാക്കണം, നമുക്ക് ഭരണത്തിലേറ്റണം. ടി സിദ്ദിഖ് MLA കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒരേ ഒരു പരാതിയുള്ളൂ. അദ്ദേഹം കൂടുതൽ അധ്വാനിക്കുന്നു. അദ്ദേഹം എല്ലാവർക്കും, ഓരോ മനുഷ്യർക്കും, ഓരോ വോട്ടർമാർക്കും നേരിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ജനകീയനായ ഒരു ജനപ്രതിനിധിയാണ്. And I saw myself how hard he worked after the tragedy in Churalmala, Mundakai. And he has been available for the victims of that tragedy, always bringing their problems to me, and together we try to resolve them. I think he is a good MLA and he will be very useful to you in the future as well. Each vote of yours will count, because if we can make a government in the state that is